കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പലപ്പോഴായിട്ട് മോശം തീരുമാനങ്ങളുടെ പേരിൽ ആരാധകരുടെ ഭാഗത്തു നിന്ന് വിമർശനം ഏറ്റുവാങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് പലപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് മാനേജ്മെൻറ്റ് നീങ്ങുകയും മോശം തീരുമാനങ്ങൾ എടുക്കുകയും അവസാനം ആരാധകരുടെ ഭാഗത്തു നിന്ന് നല്ലൊരു വിമർശനം നേരിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. ഈ ഒരു കാഴ്ച കൂടുതലും കാണാൻ വേണ്ടി സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തങ്ങളുടെ വികാരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഈ ഒരു കഴിഞ്ഞ ഇടയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 3.9 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം പേജ് 3.8 മില്യണിലേക്ക് കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റ് പല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എടുത്ത് നോക്കിയാലും ഈ ഇതുപോലൊരു നേരിയ കുറവും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ തുടർച്ചയായ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ വിമർശനങ്ങൾ ഈയിടെയായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില നയങ്ങളുടെ പേരിലാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൂറൻ കപ്പിൽ നിന്ന് പങ്കെടുക്കാതെ അതിനെല്ലാം പുറമെ വരുമായിട്ട് പോകുന്ന ISLൻ്റെ ഒരു അൺസർട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ISLൽ പുതിയ ISLൻ്റെ 12ാം സീസണിന് വേണ്ടി കൃത്യമായിട്ട് ഒരുങ്ങാതെ പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാതെ മറ്റ് ചില ISL ടീമുകളുടെ കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. മറ്റ് പല ISL ടീമുകളും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള ചില ISL ക്ലബ്ബുകളൊക്കെ തങ്ങൾ ട്രാൻസ്ഫറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ മാറി നിൽക്കുന്നതിനെ ചൊല്ലിയും ആരാധകരുടെ ഭാഗത്ത് നല്ല വിമർശനം തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് ഏറ്റുവാങ്ങുന്നൊരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇതിനെയൊക്കെ ചൊല്ലി അഭിഷേക് ചാറ്റർജി അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തങ്ങൾക്കൊരു കൃത്യമായ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തങ്ങൾ നീങ്ങാമെന്ന് ഒരു ഉറപ്പ് ആരാധകർക്ക് നൽകിയിട്ടുമുണ്ടായിരുന്നു. സോ ഇതിനോടൊക്കെ ശേഷം ആരാധകരുടെ വിമർശനം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായി ഉള്ളൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. സോ എങ്കിൽ പോലും വരുവാനായിട്ട് പോകുന്ന ISL സീസൺ അല്ലെങ്കിൽ വരുവാനായിട്ട് പോകുന്ന ഫുട്ബോൾ സീസൺ ഇന്ത്യയിലെ ഫുട്ബോൾ സീസണിന് മുന്നോടിയായിട്ട് പ്രീ സീസൺ ആരംഭിക്കുന്ന അല്ലെങ്കിൽ പ്രീ സീസൺ നടത്തുന്ന ഒരു പതിവ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളതാണ്. നേരത്തെയൊക്കെ കഴിഞ്ഞൊരു വർഷങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല ഫോറിൻ കൺട്രീസിലേക്ക് പ്രീ സീസൺ മത്സരങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രീ സീസണിന് വേണ്ടി പോകുന്നൊരു കാഴ്ച നമ്മൾ കാണാറുള്ളതായിരുന്നു. അതായത് UAEയിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിന് വേണ്ടി പോയിട്ടുള്ളതാണ്. നമുക്ക് ആ ഒരു കാഴ്ച നമ്മൾ ഇവാൻ വുക്കോമനോവിച്ച് കോച്ചായിരുന്നപ്പോഴൊക്കെ കണ്ടിട്ടുമുള്ളതാണ്. മിഗൽ സെഗേറ കോച്ചായി വന്നപ്പോഴും അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. സോ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളതായിരുന്നു. സോ പ്രീ സീസണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വർഷം വെളിയിലേക്ക് പോകത്തില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ എന്നായിരിക്കും പ്രീ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുക, അതായത് പ്രീ സീസൺ ട്രെയിനിങ് എന്നായിരിക്കും തുടങ്ങുക എന്ന തരത്തിലുള്ള ആരാധകരുടെ സംശയത്തിന് നിലവിലൊരു ഏകദേശം ഒരു കൺഫർമേഷൻ രൂപത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ക്രെഡിബിൾ സോഴ്സൊന്നും നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. എങ്കിൽ പോലും നമുക്ക് അറിയുവാനായിട്ട് പറ്റുന്ന റിസോഴ്സുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഗസ്റ്റ് മാസം ആദ്യവാരം അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ട്രെയിനിങ് ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം അതായത് ജൂലൈയിൽ ആദ്യത്തെ ഒരു ആഴ്ച തന്നെ ഈ ഒരു ട്രെയിനിങ് ആരംഭിക്കേണ്ടതായിരുന്നു. എങ്കിൽ പോലും ISLുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു അൺസർട്ടനിറ്റി, അതായത് ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം തന്നെയായിരുന്നു ഈ ഒരു പ്രീ സീസൺ നടക്കാതെ അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എങ്കിൽ പോലും അഭിഷേക് ചാറ്റർജി ISL തുടങ്ങുന്നതിന് കൃത്യം ഒരു മാസം മുമ്പ് പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് 30 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും നിലവിലൊരു ഒരു അൺഒഫീഷ്യൽ സോഴ്സിൽ നിന്ന് റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ഓഗസ്റ്റിൻ്റെ ഒരു ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. മിക്കവാറും അത് ഡൊമസ്റ്റിക് താരങ്ങളെ വെച്ചാവാനാണ് കൂടുതൽ സാധ്യതകളുള്ളത്. നിലവിലുള്ള 3 വിദേശ താരങ്ങളും ടീം മറ്റ് ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാമെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ കണ്ടു തന്നെ അറിയേണ്ടതാണ് ISL നടക്കാൻ സാധ്യതകൾ ഏറെയാണ്. ഒരിക്കലും ISL നിർത്താനായിട്ടുള്ള സാധ്യതകൾ ഇല്ല. കാരണം ഇന്ത്യയിലെ തന്നെ ഒരു ടോപ്പ് ടയർ ടൂർണമെൻറ്റാണ്. ഉറപ്പായും ISL ഈ ഒരു സീസൺ നടന്നില്ലെങ്കിൽ പോലും ISL നിർത്താനുള്ള സാധ്യതകൾ വളരെയധികം കുറവ് തന്നെയാണ്. പുതിയ സ്പോൺസർഷിപ്പിനെ അല്ലെങ്കിൽ സ്പോൺസേഴ്സിനെ AFF നിയമിക്കുമായിരിക്കാം, അങ്ങനെ ആയിരിക്കാം. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് എന്തായിരിക്കും ഇനി നടക്കുവാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ എന്നുള്ളത്.